ശിവ, നിനക്ക് ഉറപ്പുണ്ടോ ആ ഗുണ്ടകള് മിസ്റ്റർ കെമേലിയന്റെ വീട്ടിലേക്ക് വരുമെന്ന്? ഉണ്ടെങ്കിൽ പറ. അവര് തെറ്റായ ഫ്ലവർ വാസാണ് എടുത്തോണ്ട് പോയതെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാതിരിക്കില്ല. വരൂ വിഡ്ഢികളെ വരൂ. നിങ്ങളെ പോലെയുള്ള വിഡ്ഢികൾക്ക് ഞാൻ നല്ലവണ്ണം കരുതി വെച്ചിട്ടുണ്ട്. പിടിച്ചോ. ഓ നോ, ലഡു സിംഗ് സാറേ, അവര് മിസ്റ്റർ കമലിയന്റെ ഹോം സെക്യൂരിറ്റി ബ്രേക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോകുന്നു. മിസ്റ്റർ കമലിയന്റെ സിഗ്നൽ കിട്ടിയ ഉടനെ നമുക്ക് പോകണം. ഹലോ ശിവ, അവര് വീണ്ടും വന്നിരിക്കുന്നു. മോനെ, നീ ഇവിടെ തന്നെ ഉണ്ടോ? പെട്ടെന്ന് ഇങ്ങോട്ട് വാ. ഞാൻ സോഫയായിട്ട് വിൻഡോയുടെ അരികിൽ തന്നെ ഉണ്ടാവും. ഓക്കെ സർ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. വരൂ ലഡു സിംഗ് സർ. ഹലോ അങ്കിൾ, എന്തെങ്കിലും അന്വേഷിക്കാൻ വന്നതാണോ? നീ എന്താ ഇവിടെ? നിന്നെ കൊണ്ട് തോറ്റു. മര്യാദയ്ക്ക് നിന്റെ വീട്ടിലിരുന്നോടെ കുട്ടി. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. വന്നേ, വന്നേ. എന്റെ അമ്മ. ആദ്യം ആ ലേസറിൽ ടച്ച് ചെയ്യരുത്, ചാടി പോകാം. വിൻഡോയുടെ അടുത്തുള്ള സോഫയിൽ മിസ്റ്റർ കമലിയൻ ഉണ്ട്. ആ ഗുണ്ടകളെ വീണ്ടും മണ്ടന്മാരാക്കൂ. സോറി സർ, എനിക്കറിയില്ലായിരുന്നു സാർ ഇവിടെയുള്ളത്. സോറി കേട്ടോ. ആ സോഫ എടുത്തുകൊണ്ട് പോ. ആ പെൺകുട്ടി ഇപ്പൊ കേറിയിരുന്നല്ലേ, അത് ഇത്തവണ അയാളെ ഞാൻ വിടില്ല, നോക്കിക്കോ. താങ്ക് യു ശിവ, താങ്ക് യു. വീണ്ടും ഇതാ ഒരു പ്രാവശ്യം കൂടി രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ഇപ്പൊ തന്നെ കാണിച്ചു തരാം. എന്റെ തല വേദനിക്കുന്നു. ശിവ, ഞാൻ ആ ഫോർമുല എക്സിബിഷൻ ഹാളിലാണ് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. നമുക്കതെടുത്ത് പോലീസിലേക്ക് ഏൽപ്പിക്കാം. പിന്നെ നിങ്ങളെ വിഡ്ഢികളാക്കിയോ അവൻ? എവിടെയാണ് ആ കമേലിയൻ? എവിടെയാണ്? ഈ സോഫയിൽ അവനില്ല, മനസ്സിലായോ? ബോസ്, ആ കുട്ടി മഹാവിരുദ്ധനാ. എന്താണോ? എന്താ താൻ ഇപ്പൊ വിളിച്ചേ? എന്താ? എക്സിബിഷൻ ഹാളിലുള്ള ഫ്ലവർ വേസിലോ? വേഗം എന്റെ കൂടെ വാ. അതെ മിസ്റ്റർ കെമേലിയൻ, എന്തൊരു കുടുക്കാണ് നിങ്ങൾ ഇട്ടത്. കള്ളന്മാർക്ക് പകരം പോലീസുകാരനാണ് ഇടി കിട്ടിയത്. എന്റെ തല വേദനിക്കുന്നു. ആ ഗുണ്ട ഇത്ര സമയം എവിടെയായിരുന്നു? തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചതൊക്കെ കേട്ട് കാണും. എത്രയും പെട്ടെന്ന് എക്സിബിഷൻ ഹാളിലേക്ക് പോയി ആ ഫോർമുല എടുക്കേണ്ടത് അത്യാവശ്യമാണ്. പോണി പോണിയൊന്നും എന്നെ വിളിക്കാം, ടോണിന്നും വിളിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇതാ ഫോർമുല എന്റെ കയ്യിൽ കിട്ടി. ബോസ്, ആ കുട്ടികൾ വരുന്നുണ്ട്, വേഗം ഇവിടുന്ന് ഓടിക്കോ.
ഈ നഗരത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിൽ പോലീസിന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറയുന്ന പ്ലാൻ പോലെ ചെയ്താൽ മതി. സാറേ പേഷ്യന്റിന്റെ നില വളരെ ഗുരുതരമാണ്. വീനസ് സിറ്റിയിലെ ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേ പറ്റൂ. ഡ്രൈവർ ആണെങ്കിൽ ഇവിടെ എങ്ങും കാണുന്നില്ല. വേറൊരു ഡ്രൈവർ ആണെങ്കിൽ വേദ നഗരത്തിന്റെ പുറത്ത് കാത്തിരിക്കുക. ദയവ് ചെയ്ത് വേഗം അവിടുന്ന് ഈ പേഷ്യന്റിനെ എത്രയും പെട്ടെന്ന് വേഗ സിറ്റിയുടെ പുറത്ത് എത്തിപ്പിക്കണം സാർ. പ്ലീസ് സാർ, പ്ലീസ് ഞങ്ങളെ സഹായിക്കണം സാർ. താമസിക്കും തോറും ആ പേഷ്യന്റിന്റെ ജീവനായിരിക്കും അപകടത്തിലാവുക സാർ. ഓഹോഹോ, ആഹാഹാ, അതിനെന്താ, ഇത് വളരെ പുണ്യമായിട്ടുള്ള കാര്യമല്ലേ. വന്നേ വേടാറാം, നീ ഇവിടെ തന്നെ ഇരുന്ന് ശിവയ്ക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ഞാൻ പോയി അവരെ സഹായിക്കട്ടെ. വന്നേ. പെടരം സർ, ലഡു സിംഗ് സാർ എവിടെയാ? അദ്ദേഹം ആംബുലൻസ് വണ്ടിയെടുത്ത് ഒരു പേഷ്യന്റിന്റെ വേദ സിറ്റിയിലേക്ക് കൊണ്ടുപോയി വിടാൻ വേണ്ടി പോയിരിക്കാണ്. ഇവിടെ നിർത്തിയിട്ട് ആംബുലൻസ് എവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ. ഇനി എങ്ങനെയാ പേഷ്യന്റിനെ കൊണ്ടുപോവുക? പെടരം സർ, ആ ഗുണ്ടകളാണ് ആംബുലൻസ് കൊണ്ടുപോയത്. അവര് ലഡു സിംഗ് സാറിനെ പറ്റിച്ചു. നിങ്ങൾ എന്റെ പുറകെ വരും. വണ്ടിയുടെ മുകളിൽ എന്താ ശബ്ദം? പോയി നോക്ക്. ബോസേ, ആ കുട്ടിയാണ് ബോസേ. എനിക്ക് വയ്യ, പേടിയാവണു ബോസേ. ഞാൻ പോട്ടെ. എനിക്ക് എന്റെ മമ്മിയെ കാണാൻ പോണം ബോസേ. എന്നെ ഒന്ന് വിട്ടു തരണം ബോസേ. എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോണം പ്ലീസ്. എന്ത് മണ്ടത്തരാ നീ പറയുന്നേ? ഒരു കുട്ടീനെ കണ്ട് ഇങ്ങനെ പേടിക്കേ? ഞാനും കാണട്ടെ അവൻ ഏത് തരത്തിലുള്ള കുട്ടിയാണെന്ന്. നീയാണോ ആ കുട്ടി? എന്റെ ആളുകളൊക്കെ നിന്നെ കണ്ട് പേടിക്കുന്നുണ്ടല്ലോ. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഇത് ആരാണത്? വണ്ടിയുടെ മുകളിൽ ആരങ്ങനെ കേറി ഡാൻസ് കളിക്കുന്നത്? ഒന്ന് പറ. ശിവ എന്നാണ് എന്റെ പേര്. ഇന്നോ നിങ്ങളുടെ ഫോർമുല ഇത് എടുത്തതിനാണോ എന്നെ ഇങ്ങനെ തല്ലിയിക്കണത്? ഈ കുട്ടി എന്നെ അടിച്ചൊരു പരുവാക്കി. ഇനി ഈ കുട്ടിയുടെ അടി ഞാൻ കൊള്ളില്ല. എന്റെ പ്ലാൻ മൊത്തം തല്ലിപ്പൊളിയായി പോയല്ലോ. എന്റെ ശരീരം മുഴുവനും ചതഞ്ഞ് തരിപ്പണമായി. ശിവ, നീ എനിക്ക് വലിയൊരു സഹായമാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഞാനോ? ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്തിട്ടില്ലേ? നിങ്ങളെ സഹായിക്കാൻ വന്ന് ഇന്ന് എത്ര തവണ ഞാൻ ആ ചുറ്റിന്റെ അടി കൊണ്ടുവന്ന് അറിയോ? ഇപ്പോഴും എനിക്ക് തല വേദനിക്കുന്നുണ്ട്.